എന്ന് പറഞ്ഞു തന്നാലൊന്ന്. ആദ്യം പറയുന്നു ഭൂക്ഷേത്രം ജീവസപ്ഞം. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഭൂമി എന്ന് പറഞ്ഞോളണം. ജീവസപ്ഞം, ജീവനോട് കൂടിച്ചേർന്നിരിക്കുന്ന മനസ്സിനെയാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമിയുടെ അറ്റം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാണ്? ഇത് അനാദി നിജബന്ധനം അധിഷ്ഠാതസ്യ നിർവാണം കിമതസ് കർമ്മബിൽ ഭവേത്. ഈ മനസ്സിന് ആദിയുമില്ല അന്തവുമില്ല. അതെന്തുകൊണ്ടില്ല? ആദിയും അന്തവുമില്ലാത്ത ഭഗവാനിൽ നിന്നാണ് മനസ്സ് വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അറ്റവും അതിനില്ല. അപ്പം നോക്കൂ, മനസ്സിനെയാണ് ഇവിടെ ഭൂമിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, വരാഹാവതാര സമയത്ത് ഭൂമിയെ വരാഹമുയർത്തി എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു അവിടെ ഭൂമി എന്ന് പറയുന്നതിനർത്ഥം മനസ്സെന്ന് അർത്ഥം എടുക്കണമെന്ന്. നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ മനസ്സിനെയാണ് ഭൂമിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാരദമാഷേ ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അങ്ങ് ചോദിച്ചു ഏകപുരുഷം രാഷ്ട്രം അതാരാണ്? ഏക ഏവേശ്വരത്തുല്യോ ഭഗവാൻ സ്വ ആശ്രയപര. ആരാണത്? ഈ ശരീരമാകുന്ന രാഷ്ട്രത്തിൽ ഒരേ ഒരു പുരുഷൻ ആര് മാത്രമാണ്? ഭഗവാൻ മാത്രമാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൽ ഒരു പുരുഷൻ മാത്രമുള്ള രാഷ്ട്രം എന്ന് പറയുന്നത് ഈ ശരീരത്തെ രാഷ്ട്രമായിട്ടും ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ആ രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുരുഷനായിട്ടും പറഞ്ഞിരിക്കുകയാണ്. ശരിയല്ലേ? എത്ര വ്യക്തമാണ്. ബിലം ചാദൃഷ്ട നിർഗമം. ഒരിക്കൽ പുറത്തായാൽ പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഏതാണത്? ഈ ശരീരമാകുന്ന രാഷ്ട്രത്തിൽ നിന്ന് ഒരിക്കൽ ജീവൻ പോയാൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. നോ എൻട്രി. ചില റോഡുകളൊക്കെ പോലെയാണ്, അങ്ങോട്ട് പോകാൻ പറ്റും, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നോ എൻട്രി പാസ്. ഇനി വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഒരിക്കൽ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനൊരിക്കലും പുനരാവർത്തിയില്ല. ഭഗവാൻ ഗീതയിൽ പറയും യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഒരിക്കൽ എൻ്റെ ധാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരേണ്ടതില്ല എന്ന് പറയാൻ. അപ്രകാരം പുമാൻ ന ഏവേദി യദ്ഗത്വാ ബിലസ്വർഗം യദോ ഗതാ പ്രത്യഗ്ധാമാവിദൈഹ കിമസൽ കർമ്മഭിർഭവേൽ. ഇതാണ് അതിനർത്ഥം. പിന്നെ പറഞ്ഞു അടുത്തത് ബഹുരൂപാം സ്ത്രീയം. പല വേഷം കെട്ടുന്ന പെണ്ണാരാണ്? ആരായിരിക്കും ഈ പല വേഷം കെട്ടുന്ന പെണ്ണ്? ഇവിടെ പെണ്ണായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെയാണ്. അതെങ്ങനെ പല വേഷം കെട്ടുന്ന പെണ്ണായിട്ട് പറഞ്ഞിരിക്കുന്നത്? നാനാരൂപ ആത്മനോ ബുദ്ധി. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സ് അർത്ഥമെടുക്കണം. സ്വൈരിണീ വാ ഗുണന്വിത. അതെങ്ങനെയാണ് മനസ്സിന് പല വേഷം കെട്ടാൻ പറ്റുന്നത്? അതല്ലേ മനസ്സിൻ്റെ പ്രത്യേകത. മനസ്സ് രാവിലെ തന്നെ വീട്ടിൽ ആരോടെങ്കിലും ബഹളം വെച്ചിരിക്കുന്ന സമയം എന്ന് വിചാരിക്കുക. അപ്പം നല്ല ക്രോധത്തിൻ്റെ വേഷം കെട്ടിയിരിക്കുകയാണ്. ആ സമയത്താണ് അടുത്ത വീട്ടിലെ പറയുമ്പോഴേക്കും നിങ്ങൾ ചിരിക്കണു. വേഷം മാറാൻ പറ്റുന്നുള്ള ഉറപ്പല്ലേ നിങ്ങൾക്ക്? ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു, അപ്പം വീട്ടിലുള്ളവരോട് ഉണ്ടാക്കിയ ആ കാണിച്ച ദേഷ്യം കാണിക്കുമോ? അത് നമ്മൾ മറച്ചു വെച്ചു. പിന്നെ ഇനി അവർ വല്ല വിഷമ വാർത്തകൾ അറിയിക്കുമ്പോഴോ? അവരെ കാണുമ്പോൾ സന്തോഷമായിരുന്നു, ഇവിടെ ക്രോധമാണ്. അവർക്ക് ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചതിൻ്റെ വിവരം അറിയിക്കാൻ വിഷമറിയോ? നവരസങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് മനുഷ്യ മനസ്സ്. എപ്പോൾ വേണമെങ്കിലും ഏത് വേഷം വേണമെങ്കിലും കെട്ടാൻ പറ്റും. അതുകൊണ്ടല്ലേ ചിലർ പറയാറ് ഇതൊക്കെ ഒരു വേഷം കെട്ടാണ് കേട്ടോ എന്ന്. ഇത് സത്യമല്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ പല വേഷങ്ങളും കെട്ടാൻ സാധിക്കുന്ന ഒന്നാണ് മനുഷ്യ മനസ്സ്. നാനാരൂപാത്മനോ. പിന്നെ അടുത്ത ചോദ്യമോ? പെണ്ണിനടിമപ്പെട്ട ഭർത്താവോ? അത് വിഷമല്ലേ സ്വാമി? പെണ്ണിനടിമപ്പെട്ട ഭർത്താവോ? അതാരാണ്? പെണ്ണിനടിമപ്പെട്ട ഭർത്താവ് എന്ന് പറയുന്നത് ഈ മനസ്സിനടിമപ്പെട്ട ജീവനെയാണ്, ശരീരത്തെയല്ല. ഈ മനസ്സിനടിമപ്പെട്ട ജീവനെ തന്നെയാണ്. അതായത് വിവേകം എന്നർത്ഥം. എപ്പോ മനസ്സിൻ്റെ അവിവേകത്തിലേക്ക് വിവേകമാകുന്ന ബുദ്ധി, അതാണ് ജീവാത്മാവ് നമ്മൾ പറയുന്നത്. ആ ജീവൻ അതിലേക്ക് അടിമപ്പെട്ടു, അപ്പോൾ വിവേകം നഷ്ടപ്പെട്ട് അവിവേകത്തിൽ ജീവിക്കുന്നു. അപ്പം വിവേകമുള്ള ബുദ്ധി
വിവേകത്തെ മറന്ന് അവിവേകത്തിൽ ജീവിക്കുന്നതിനെയാണ് പെണ്ണിനടിമപ്പെട്ട ഭർത്താവായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം വിവേകമാകുന്ന ബുദ്ധി അത് നമ്മളിവിടെ പറയുമ്പം ജീവാത്മാവ്, അത് മനസ്സിനോട് ചേരുമ്പോൾ അതിൻ്റെ വിവേകം മറഞ്ഞു പോയിട്ട് നമ്മൾ അവിവേകങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു പറയാണ്. അപ്പോൾ ചില ദുർബല നിമിഷങ്ങളിൽ ഓരോന്ന് ചെയ്യുന്നു. അത് ചെയ്തതിന് ശേഷമാണ് വിവേകം പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും കാണരുത്, അങ്ങനെയൊന്നും പോവരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ? അവിടെയാണ് പെണ്ണിനടിമപ്പെട്ടിരിക്കുന്ന പുരുഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നീടോ ഈ പെണ്ണിനടിമപ്പെട്ട പുരുഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു തമാശയും കൂടി ഒന്നും കൂടി പറയാം. ഒരു രാജ്യത്ത് രാജാവിന് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം വെച്ചാൽ 3 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യ പറയുന്നത് നേരെ വിപരീതം മറ്റേ ഭാര്യയാണെങ്കിൽ അതിലും വിപരീതം. രാജാവിന് ഒരു കാര്യം തീരുമാനിക്കാൻ ഇവർ സമ്മതിക്കില്ല. അവസാനം രാജാവിനെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വന്നപ്പോൾ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, ഈ ഭരണം കൊണ്ട് ഞാൻ തോറ്റു. ഈ ഭാര്യമാരുടെ ഒരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധ വയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും തീരുമാനിക്കുമ്പോഴേക്കും അപ്പോഴേ അവൾ വന്നിട്ട് പറയും അത് എടുക്കണ്ടെന്ന്. മന്ത്രി, എന്താ ഇതിനൊരു പരിഹാരം എന്ന്? മന്ത്രി പറഞ്ഞു, എൻ്റെയും ഗതി അത് തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാ മന്ത്രിമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു പോംവഴി പറഞ്ഞുതരൂ, നമുക്ക് സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗതി അങ്ങനെ തന്നെയാണ്. രാജാവിന് വലിയ സങ്കടം തോന്നി. അപ്പോൾ രാജാവ് ഒരു വിളംബരം ചെയ്തു, മന്ത്രിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഭാര്യയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നവർ എത്ര പേരുണ്ടെന്നും ഭാര്യയെ നിയന്ത്രിക്കുന്നവർ എത്ര പേരുണ്ടെന്നും കണ്ടുപിടിക്കാൻ 2 ഹാളുകൾ തയ്യാറാക്കിക്കൊള്ളൂ. 1 ഭാര്യയുടെ നിയന്ത്രണത്തിൽ ഉള്ളവരുടെ ഹാളും 2 ഭാര്യയെ നിയന്ത്രിക്കുന്നവരുടെ ഹാളും. അങ്ങനെ ആ ദിവസം നിശ്ചയിച്ചു. ആളുകളൊക്കെ പല ദിക്കിൽ നിന്ന് വന്നു. രാജാവിൻ്റെ കൽപ്പനയാണല്ലോ. രാജാവും മന്ത്രിയും അങ്ങോട്ട് കടന്നു വരികയാണ്. അപ്പം ഭാര്യയുടെ നിയന്ത്രണത്തിലുള്ള ആളുകളുടെ ഹാൾ പാക്കടാ. മന്ത്രിയോട് പറഞ്ഞു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുവല്ലോ മന്ത്രിന്ന്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് മഹാരാജൻ. എന്താ അത്? മറ്റേ ഹാളിൽ ഒരു വിദ്വാൻ ഇരിക്കേണ്ടതെന്ന്. ആ ഒരു തുരുമ്പെങ്കിലും കിട്ടിയല്ലോ, നമ്മുടെ നാട്ടിൽ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ എന്ന്. വളരെ സന്തോഷമായി രാജാവിന് ഉടനെ ബൊക്കയും മാലയൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു. അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കഴുത്തിലേക്ക് മാലയിടുന്ന സമയത്ത് മഹാരാജൻ ഇതെന്തിനാണെന്ന് വെച്ചു. അവൻ പറഞ്ഞു, നീ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. കാരണം ഭാര്യയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ നീ മാത്രമേ ഉള്ളൂ. ഉടനെ പറഞ്ഞു, രാജൻ അങ്ങേക്ക് കണക്ക് തെറ്റിയെന്ന്. അതെന്ത് പറ്റി? ഭാര്യ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന്. ഭാര്യ പറഞ്ഞിരിക്കുകയാണ്, അപ്പുറത്തെ ഹാളിൽ വന്നെങ്ങാനും ഇരുന്ന് എൻ്റെ സ്വഭാവം മാറും, വീട്ടിലേക്ക് പിന്നെ തിരിച്ചു വരുമ്പം കാണിച്ചു തരാമെന്ന്. രാജാവ് ബോധം കെട്ട് വീണോന്നാണ്. ഇതുപോലെ ഭാര്യയ്ക്ക് അടിമപ്പെട്ട വിവേകബുദ്ധിയാണ് ഇവിടെ ഒരു പുരുഷനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? അങ്ങോട്ടും ഇങ്ങോട്ടും നദീം ഉഭയതോവാഹം. അതേതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന നദി എന്ന് പറയുന്നത്? സൃഷ്ട്യപ്യകരിം മായം വേലാകുലാന്തവേഗിതം മത്തസ്യ താമവിജ്ഞസ്യ കിമസിൽ കർമ്മബിർഭവേൽ. ഏതാണത്രേ? അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ജനന മരണത്തിൻ്റെ നദിയായിട്ട് പറയുകയാണ്, സുഖദുഃഖങ്ങളുടെ നദിയായിട്ട് പറയുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ 2 അനുഭവത്തിലാണ്. ശരീരം ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിന് മരണം എന്നൊരനുഭവം ഉണ്ടായേ പറ്റുള്ളൂ. സുഖം എന്നുള്ളൊരു മുകളിലേക്കുള്ളൊരു അനുഭവം ഉണ്ടെങ്കിൽ ദുഃഖം എന്നുള്ളൊരു താഴോട്ടുള്ളൊരു അനുഭവം വേണം. അപ്പം മുകളിലോട്ടും താഴോട്ടും ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ദ്വന്ദ്ങ്ങളുടെ നദിയാണ്. ഈ ശരീരമുള്ളിടത്തോളം കാലം ദ്വന്ദ്ങ്ങളായ, ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് ഓപ്പോസിറ്റ് എന്ന് പറയും. ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖം, ഒരു ജയമുണ്ടെങ്കിൽ ഒരു പരാജയം, ഒരു മാനമുണ്ടെങ്കിൽ ഒരു അപമാനം, ഒരു വിശപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദുഃഖം, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം സുഖത്തിലൂടെയും ദുഃഖത്തിലൂടെയും ജനനത്തിലൂടെയും മരണത്തിലൂടെയും കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു നദിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. പിന്നെ പറഞ്ഞല്ലോ 5x5 ഗൃഹം. അതേതാണ്? പഞ്ചവിംശതി തത്വാനം പുരുഷോത്പദർപ്പണം അധ്യാത്മബുദ്ധ്യസേഹ കിമതൽ കർമ്മബിർഭവേൽ. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? 5x5 25 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തെയാണ്. 5 പഞ്ചഭൂതം, 5 ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 പ്രാണൻ.
എല്ലാം കൂടി എത്രയും 25. ഈ 25 ഘടകങ്ങൾ അടങ്ങുന്നത് ഈ ശരീരം തന്നെയാണ്. പിന്നെ ചോദിച്ചു, അടുത്തത് അങ്ങ് ചോദിച്ചല്ലോ, ക്വചിത് ഹംസം. ആരാണ് ഈ ഹംസം എന്ന് പറഞ്ഞല്ലോ? അതാരാണ്? ഐശ്വര്യം ശാസ്ത്രമുത്സൃജ്യ ബന്ധമോക്ഷാനുദർശനം വിവിക്തപദമജ്ഞായ കിമസൽ കർമ്മഭിർഭവേൽ. ആരാണത്രേ ഹംസം? ഹംസത്തെ അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതായത് ബന്ധവും മോക്ഷവും നമുക്ക് ശാസ്ത്രത്തിലൂടെ പറഞ്ഞു തരുന്ന ഗുരുവാണത്രേ ഹംസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി തന്നെയാണ് ഇവിടെ ഗുരുവായിട്ട് നിൽക്കുന്നത്. ഹംസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന് പാലും വെള്ളവും വേർതിരിച്ചറിയാൻ സാധിക്കുന്നത് പോലെ നമുക്ക് ബന്ധത്തെയും മോക്ഷത്തെയും വേർതിരിച്ചറിയാൻ സാധിക്കണം. ബന്ധനം എന്ന് പറഞ്ഞാൽ ശരീരത്തോടുള്ള ചേർച്ചയെന്നും, മോക്ഷം എന്ന് പറഞ്ഞാൽ ശരീരതലത്തിൽ നിന്നും മനസ്സ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിയുന്നതിനെ, ഭഗവാനിലേക്ക് ചേരുന്നതിനെ മോക്ഷം എന്നും പറയുന്നു. അപ്പോൾ ബന്ധിക്കുന്നതും മനസ്സാണ്, മോചിപ്പിക്കുന്നതും മനസ്സ് തന്നെയാണ്. ഈ ബോധം നമ്മളിൽ ഉറക്കുകയാണെങ്കിൽ ആ ഉറപ്പിക്കുന്ന ഗുരുവിനെയാണ് ഹംസം എന്ന് പറയുന്നത്. വെള്ളമാകുന്ന ശരീരത്തെ മാറ്റി അതിൽ നിന്നും പാലിനെ നമുക്ക് അനുഭവിപ്പിച്ചു തരുന്ന ആ ഹംസം നമ്മുടെ അന്തരാത്മാവും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി തന്നെയാണ്. പിന്നീട് അങ്ങ് പറഞ്ഞല്ലോ നാരദരെ, വളരെ മൂർച്ചയുള്ള എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രം അതേതാണ്? കാലചക്രം ഭ്രമിത്തീഷ്ണം സർവം നിഷ്കർഷയജ്ജകൾ സ്വതന്ത്രമു അബുധസ്യേഹ കിമതൽ കർമ്മഭിർഭവേൽ. ഈ ചക്രം എന്ന് പറയുന്നത് കാലചക്രം തന്നെയാണ്. കാലചക്രം ഓരോ നിമിഷവും നമ്മളെ വേദനിപ്പിക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി അവസാനം ഏറ്റവും വേദനിപ്പിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തന്ന് കറക്കിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിനെയാണ് കാലചക്രമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളെ തപസ് ചെയ്യാൻ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സൃഷ്ടി വർദ്ധിപ്പിക്കണമെന്ന്. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി സൃഷ്ടി വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്, ഞങ്ങളുടെ മനസ്സിനെ ആരിലേക്ക് നയിക്കണം? ഇതിനും പരമൊരു ഭാഗ്യം എന്തുണ്ട്? അതിനാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് എത്തണമെന്ന്. അപ്പം അതുപോലെ നമ്മളൊക്കെ ഉണ്ടല്ലോ, ജീവിതത്തിൽ ഇതൊരിക്കലും മറന്നു പോകരുത്. നമ്മൾ വന്നിരിക്കുന്നത് വീട് കെട്ടണം, കല്യാണം കഴിക്കണം, മക്കളെ നോക്കണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അവിടേക്ക് മനസ്സിനെ എത്തിക്കാനാണ്. നമ്മളത് നാളെ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ വലിയൊരു അവസരം നമുക്ക് നഷ്ടപ്പെടും. ഒരു ചെറുപ്പക്കാരനൊരു മോഹം, നല്ല വിദ്യാഭ്യാസമുള്ളൊരു പയ്യൻ ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിക്കണം. അതൊരു കർഷകൻ്റെ മകളെ കല്യാണം കഴിക്കണം, കൃഷി ചെയ്യുന്ന ഒരാളുടെ മകളെ. അന്വേഷിച്ച് ഒരു നല്ലൊരു കർഷകനെ കണ്ടെത്തി. അയാൾക്കാണെങ്കിൽ നല്ല സുന്ദരിയായിട്ടുള്ളൊരു മകളുമുണ്ട്. അപ്പോൾ കർഷകനോട് ചെന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ച ആളാണ്, പക്ഷേ എനിക്ക് ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിക്കണം, അതും കർഷക പ്രവൃത്തി ചെയ്യുന്ന ഒരാളുടെ മകളെ കല്യാണം കഴിക്കണം എന്നാണ് മോഹൻ. ഉടനെ കർഷകൻ പറഞ്ഞു, എൻ്റെ മകളെ കൊടുക്കുന്നവൻ നല്ല വിവേകമുള്ളവനാണോ, കഴിവുള്ളവനാണോ, ബുദ്ധിയുള്ളവനാണോ, അത്രയും എനിക്ക് മോഹമുള്ളൂ. ജാതകമൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു പരീക്ഷണം ചെയ്യും, എന്നിട്ട് വേണമെങ്കിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അങ്ങേക്ക് ഞാൻ എൻ്റെ മകളെ തരാം. ഓ, എന്താ പരീക്ഷണം? മുന്നിൽ കണ്ടോ, തൊഴുത്താണെന്ന് പറഞ്ഞു. ഇയാൾ ചോദിച്ചു, എന്താവോ തൊഴുത്തിൽ പണി? അവിടെ 3 കാളകളുണ്ട്. ഓ, ആ തൊഴുത്തിന് പുറത്തൊരു വാതിലുണ്ട്, താൻ അവിടെ പോയി നിൽക്കണം. ഞാൻ കാളയെ അഴിച്ചുവിടും, അതിൻ്റെ വാല് പിടിച്ച് നിർത്താൻ തനിക്ക് പറ്റിയാൽ തന്നെ ധീരനെ ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഇയാൾ തൊഴുത്തിൻ്റെ പുറകിൽ പോയി നിന്നു. തൊഴുത്തിലേക്ക് ഇങ്ങനെ നോക്കി, ഏത് കാളയാണ് വരുന്നത്? ആദ്യം വരുന്ന കാളയുണ്ടല്ലോ, ഭയങ്കര കൊമ്പും കണ്ണൊക്കെ അങ്ങനെ ചുവന്ന് ഒരു ബീഭത്സ രൂപം. കണ്ടപ്പോഴേ ഇയാൾ 2 സ്റ്റെപ്പ് അപ്പുറത്തേക്ക് മാറ്റി നിന്നു. കാരണം ഇതിൻ്റെ വാല് പിടിച്ചാൽ ജീവിതം എന്നും വാലായി മാറും. പോട്ടെ, ഇനിയുണ്ടല്ലോ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അതിനെ വിട്ടു. കാള അവിടെ നിന്ന് നേരെ കൊണ്ട് നടന്നുപോയി. 2ാമത്തെ കാള വരുമ്പോൾ ഇയാൾ ഒന്നുകൂടി എത്തി നോക്കി. അതാദ്യത്തിനും അപ്പുറത്താണ് അതിൻ്റെ കാര്യം. അങ്ങനെ ഒരു ഗമയിലാണ്, വലിയ ആന പോലെയാണ് അത് വരുന്നത്. ഇവൻ വിചാരിച്ചു ഇതിൻ്റെ വാല് പിടിച്ചാൽ ഈ കല്യാണം തന്നെ വേണ്ടി വരില്ല എന്ന്. എത്തേണ്ടടുത്ത് ഇവിടെ നിന്ന് തന്നെ എത്താൻ പറ്റുന്നു. അത്ര ശക്തിയുള്ള ഒരു കാള. അതും വിട്ടു. 3ാമത്തത് നോക്കിയപ്പോണ്ട്
ചാവാലി കാള. അവിടുത്തെ ഏറ്റവും പ്രായമുള്ള കാളയാണെന്ന് തോന്നണം. വളരെ ക്ഷീണിച്ച് പരവശമായിട്ടുണ്ട്. ശരീരം കണ്ടാൽ തന്നെ മെലിഞ്ഞിട്ടുണ്ട്. പ്രായം നല്ലോണമുണ്ട്. കാലിങ്ങനെ പതുക്കെ പതുക്കെ വെച്ചിട്ടാണ് വരുന്നത്. സമാധാനമായി. ഇത് ഉപദ്രവിക്കില്ലല്ലോ ഈ സാധനം, കാരണം ഉപദ്രവിക്കാനുള്ള ശക്തിയില്ല. അങ്ങനെ കാളപ്പുറത്ത് വരില്ല, ഒരൊറ്റ ചാട്ടം ഒരു പിടുത്തുമാണ്. പിടിക്കുന്നതിൻ്റെ ഇടയിൽ കെട്ടി മറിഞ്ഞ് താഴെ വീണു. അപ്പോഴേക്കും കാള ദയനീയമായി നോക്കിയാളെ. അപ്പം ഇയാൾ നോക്കുമ്പോൾ എന്താണ്, ആ കാളയ്ക്ക് വാലുമില്ല. വാല് വിചാരിച്ചിട്ടാണ് ചാടിയത്, കാളയ്ക്ക് വാലേ ഇല്ല. വാലുള്ള 2 കാളുകൾ അയാൾക്ക് മിസ്സായി. ഇതാണ് പലരുടെയും ജീവിതത്തിൽ. നാളെ പിടിക്കാമെന്ന് വിചാരിച്ച് ചാടുമ്പോഴേക്കും ജീവിതം പോയിട്ടുണ്ടാവും. പിന്നെ പിടിക്കാൻ പറ്റില്ല, സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് വാലുള്ളതിനെ തന്നെ രണ്ടാമത്തതും മൂന്നാമത്തതും ഒന്നും കാത്തിരിക്കരുത്. ആദ്യത്തിനെ കണ്ടാൽ തന്നെ പിടിച്ചോളണം. നെവർ ലീവ് ദ ഓപ്പർച്യൂണിറ്റി എന്നാണ്. അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഭഗവാനാണെങ്കിലോ അവസരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആർക്കാണ് ഇവിടെ അവസരങ്ങളില്ലാത്തത്? ഇഷ്ടംമാതിരി അവസരങ്ങളുണ്ട്. പക്ഷെ ചിലർ കാത്തിരിക്കുകയാണ്, ഈ ജോലി വേണ്ട മറ്റത് വരട്ടെ എന്നിട്ട് വേണം നേരെയാവാൻ. എന്നോടൊരാൾ പണ്ട് പറഞ്ഞതുപോലെ, അയാൾക്ക് ഒരു ജോലിയില്ല, വെറുതെ ഇരിക്കുക വീട്ടിൽ. ഒരു ജോലി കിട്ടിയിട്ട് വേണം സ്വാമി ലീവ് എടുത്തിട്ട് ഭാഗവതം കേൾക്കാൻ. ഇയാൾ നേരെയാവുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ജന്മം നേരെയാവുന്ന കേസല്ലത്. ഇപ്പം ജോലി ഇല്ലാതിരിക്കുമ്പോഴേ കേൾക്കാൻ തോന്നില്ല. ഇനി ജോലി കിട്ടിയിട്ട് അയാൾ ലീവ് എടുക്കും അത്രേ. ഇങ്ങനെയുള്ള ബുദ്ധിയുള്ള വികടന്മാരും ഉണ്ട് ലോകത്തിൽ. അപ്പം അതുകൊണ്ട് നാളെ എന്ന് പറയുന്നത് കാത്തിരിക്കരുത്. ഇന്ന് കിട്ടിയ അവസരത്തെ ഇന്ന് തന്നെ ഉപയോഗപ്പെടുത്തുക. എന്ന് വെച്ചാൽ എന്താർത്ഥം? ഓരോ നിമിഷവും നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന അവസരങ്ങളാണ്. ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ മഹതോ വിനഷ്ടി, അത് നമുക്ക് ഉണ്ടാവുന്ന നഷ്ടമാണ്. അതുകൊണ്ട് ഇപ്രകാരമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ദിവ്യവസ്ഥിതാരാജൻ ഹരിശ്വായേകചേതസ പ്രയുസ്തം പരിക്രമ്യ പന്താനമിവ നിവർത്തനം. അവർക്ക് തോന്നി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവർ വീണ്ടും തപസ്സിലേക്ക് വ്യാപരിച്ചുകൊണ്ട് അവർ തപസ്സിൽ മുഴുകിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കി. ഇത് നാരദ മഹർഷി അവർക്ക് കൊടുത്തൊരു അനുഗ്രഹമാണ്. നാരദ മഹർഷി അത് കഴിഞ്ഞ് പോയപ്പോൾ ഈ വിവരം ദക്ഷൻ അറിഞ്ഞു. എൻ്റെ മക്കളെ ഇങ്ങനെ ഇയാൾ തപസ്സിൽ തന്നെ ഏർപ്പെടുത്തി, ഇനി അവരൊരിക്കലും തിരിച്ചു വരാത്ത വിധത്തിലാക്കിയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ദേഷ്യം വന്നു. നാശം നിശമ്യപുത്രാനം നാരദാശീലശാലിനം അന്നതപ്യതക്കശോചൻ സ്വപ്രജാസ്തം സുജാമ്പദം. ഞാനിങ്ങനെ പുത്രന്മാരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ സൃഷ്ടിച്ച് വിടുക, ഇയാൾ നേരെയൊക്കെ വിടുക. ആര്? നാരദർ. ഇത് ശരിയാവില്ല. ഞാൻ സൃഷ്ടിക്കാനും ഇയാൾ നേരെയാക്കാനും അത് പറ്റില്ല. ഇവരങ്ങനെയൊന്നും പെട്ടെന്ന് നേരെയാവാൻ പാടില്ല. കുറേ ചുറ്റിക്കറങ്ങി എന്നിട്ടൊക്കെ അല്ലേ ഇവർ നേരെയാവാൻ പാടുള്ളൂ. ഇദ്ദേഹം അങ്ങനെയൊക്കെ അങ്ങോട്ട് കരുതി. എന്നിട്ട് പറഞ്ഞു നാരദ മഹർഷിയെ നോക്കിക്കൊണ്ട്, മഹർഷി എൻ്റെ കുട്ടികളെ അങ്ങ് ഇങ്ങനെ ചെയ്തുവല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട്, അങ്ങ് ഈ ചെയ്തത് ശരിയല്ല എന്ന്. ആ നാരദ മഹർഷി അവിടുന്ന് ശപിക്കുന്നു എന്നാണ് കഥ. പറയാണ് നാരദരെ നോക്കിക്കൊണ്ട്, എന്താണ്? തന്തുക്രന്ദനയെന്നസ്തം അഭദ്ര അജരപ്പുന തസ്മാ ലോകേഷു തേ മൂഢ നഭവേൽ ഭ്രമദപദം. അങ്ങനെ ഒരിടത്തും അങ്ങ് സ്ഥിരമല്ലാതെയിരിക്കട്ടെ എന്ന് നാരദരെ നോക്കി ദക്ഷൻ ശപിച്ചു കളഞ്ഞു എന്നാണ്. എൻ്റെ മക്കളെയൊക്കെ ഇങ്ങനെ ഉയർത്തിയതാണ് വാസ്തവത്തിൽ നാരദർ ചെയ്തിരിക്കുന്നൊരു ഗുണേ. അതിന് പാവത്തിനെ പിടിച്ച് ശപിച്ചു. നാരദർക്കാണെങ്കിലോ വളരെ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു ലോകേഷു തേ മൂഢ നഭവേൽ ഭ്രമദപദം. അങ്ങനെയായി തീരട്ടെ. ഇങ്ങനെ ഓരോ ലോകത്തിൽ കറങ്ങിക്കൊണ്ട് നാരദർ തൻ്റെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എന്താ അദ്ദേഹത്തിൻ്റെ ജോലി? തളർന്നിരിക്കുന്ന മനസ്സുകളെയൊക്കെ ഉയർത്തുക. നാരദൻ എന്ന് പറഞ്ഞാൽ ഏഷണിക്കാരനല്ലേ, ഉയർത്തുന്നൊരു മനസ്സാണ്. അപ്രകാരം ആ അധ്യായം പറഞ്ഞ് ഉപസമരിപ്പിച്ചു. പിന്നീട് 6-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഇദ്ദേഹത്തിന് അസക്നിയിൽ ധാരാളം പുത്രന്മാരുണ്ടായി. അവരൊക്കെ പിന്നീട് ആ പരമ്പരകളായി വന്ന് ആ പരമ്പരകളുടെ ഒരു വലിയൊരു വിസ്താരം ഭാഗവതത്തിൽ പറയാണ്. സങ്കല്പയാശ്ച സങ്കല്പ കാമസങ്കല്പജ സ്മൃത. ഇത് മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ സൃഷ്ടി പരമ്പരയൊക്കെ വരുന്നത് കാമസങ്കല്പങ്ങളിൽ നിന്നാണ്. കാമസങ്കല്പങ്ങളില്ലെങ്കിൽ എന്തില്ല? സൃഷ്ടി പരമ്പരകളൊന്നുമില്ല. അപ്രകാരം ഈ പരമ്പരകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് കുറേ പരമ്പരകളുടെയൊക്കെ വിസ്തൃതമായിട്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അത് ഉപസംഹരിപ്പിച്ചു. പിന്നീട് 7-ാമത്തെ അധ്യായം മുതൽ ഇനിയാണ് വൃത്രാസുരൻ്റെ കഥയിലേക്ക് കടക്കുന്നത്. ഭാഗവതത്തിലെ അതിരസകരമായൊരു കഥയാണ് വൃത്രാസുര കഥ. ഇന്ദ്രൻ അദ്ദേഹം ഗുരുവിനെ നിന്ദിക്കുന്നതും
പിന്നെ വിശ്വരൂപനെ ഗുരുവായി എടുക്കുന്നതും ആ വിശ്വരൂപനിൽ നിന്ന് കിട്ടുന്ന മന്ത്രമാണ് ഭയനിവർത്തിക്കുള്ള മന്ത്രമായ നാരായണ കവചം.